ഹായ്, നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് കണക്ഷൻസ് ഉണ്ട്? മറ്റാരെങ്കിലും നിങ്ങളുടെ പേരിൽ സിം കാർഡുകൾ എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഇനിയും വളരെ വേഗം ചെക്ക് ചെയ്യാനും നിങ്ങളുടെ പേരിൽ അല്ലാത്ത സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സൈബർ ക്രൈംസ് ഒരുപാട് പെരുകുന്ന ഇക്കാലത്ത് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ എത്ര സിം കാർഡുകൾ ആക്ടിവേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിലെ സിം കാർഡും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ പോർട്ടലായ സഞ്ചാർ സാഥി എന്ന പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര സിം കാർഡുകൾ ഉണ്ട് എന്നുള്ളത് ഈ പോർട്ടൽ വഴി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഫൈൻഡ് ഹൗ മെനി സിംസ് യു ഹാവ്. താങ്ക് യു. സഞ്ചാർ സാഥി പോർട്ടലിൽ കയറാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ സഞ്ചാർ സാഥി പോർട്ടലിൽ എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ ക്യാപ്ച ബോക്സ് ഉണ്ട്. ക്യാപ്ച ഫില്ല് ചെയ്യുക. തുടർന്ന് വാലിഡേറ്റ് ക്യാപ്ച ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഒരു OTP നമ്പർ ലഭിക്കുന്നതാണ്. ആ OTP നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എത്ര മൊബൈൽ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഡേറ്റാസ് ഉള്ള ഒരു പേജാണ് ലഭിക്കുന്നത്. ഇവിടെ 3 കണക്ഷൻസ് ആണ് എനിക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ നോട്ട് മൈ നമ്പർ, റിക്കേഡ് അല്ലെങ്കിൽ നോട്ട് റിക്കേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരു നമ്പർ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് നോട്ട് റിക്കേഡ് കൊടുത്തു. അതിനെ തുടർന്ന് റിപ്പോർട്ട് ഓപ്ഷൻ കൊടുത്തു. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ ഇനി മറ്റാർക്കും ഉപയോഗിക്കാനോ യൂസ് ചെയ്യാനോ കഴിയുകയില്ല. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാത്ത സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് ടെക്സ്റ്റ് മെസ്സേജായി നമുക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.